മൈക്ക് കൊണ്ട് മാത്രം ഓടുന്നൊരു സർക്കാർ, ഖജനാവിൽ പറ്റിയൊടുക്കുന്ന പൂച്ചയെ വിറ്റ കാശുകൊണ്ടും PR നടത്താൻ കഴിവുള്ള ഒരു സർക്കാർ വേറെ ഏതുണ്ട്? അതാണ് നമ്മുടെ കേരളം ഭരിക്കുന്ന സാക്ഷാൽ പിണറായി സർക്കാർ. ആരും വേണ്ട തങ്ങൾക്ക് PR ചെയ്യാൻ, ആരുടെ സഹായവും വേണ്ട, ഞങ്ങളുടെ തന്നെ നേതാക്കൾ മതി. അങ്ങനല്ലേ സഖാക്കളെ? പക്ഷേ എന്തോ CPMന്റെ PR വർക്കുകളെല്ലാം 8 നില പൊട്ടുന്ന സങ്കടകരമായ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മുഖ്യ സഖാവും പരിവാരങ്ങളും. മൂന്നാമതും അധികാരത്തിലെത്തി കേരളത്തെ വികസനത്തിന്റെ കൊടുമുടിയിലെത്തിക്കാൻ കഷ്ടപ്പെടുന്നതിനിടയിൽ CPMനും മുഖ്യ സഖാവിനും അണികൾക്കും നേരിടേണ്ടി വരുന്നത് കണ്ണിൽ ചോരയില്ലാത്ത ട്രോളന്മാരുടെ നെഞ്ച് തുളഞ്ഞു കയറുന്ന ട്രോളുകളാണ്. ശരിയല്ലേ ഗോവിന്ദൻ മാസ്റ്ററെ? അല്ല മാസ്റ്ററെ, ആ ബംഗാളികളായ സഖാക്കളുടെ കാശൊക്കെ കൊടുത്തോ? ഒരു കാര്യം പറയാതെ വയ്യ, മലയാളി സഖാക്കളെക്കാൾ എന്തുകൊണ്ടും നല്ലത് നമ്മുടെ ബംഗാളി സഖാക്കൾ തന്നെയാണ് കേട്ടോ. 500 കൊടുത്താൽ 1000ന്റെ ആത്മാർത്ഥത കാണിക്കും. പഠിപ്പിച്ചു തരുന്നത് ആത്മാർത്ഥതയോടെ ജിന്ദാബാദ് എന്ന് തെറ്റാതെ വിളിക്കും. മലയാളിയാണെങ്കിൽ കിട്ടിയ 500മായി നേരെ ബിവറേജിലേക്കും പോവും. അതുമല്ല, ഗോവിന്ദൻ മാഷ് കാലിക്കസേരകൾ നോക്കി പ്രസംഗിക്കേണ്ടി വരും. ഈ പണി ഇനി സ്ഥിരമായിട്ട് ഇവരെ തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ മാസ്റ്ററെ, അത് നമ്മുടെ പാർട്ടി എടുക്കുന്ന വിപ്ലവകരമായ തീരുമാനം തന്നെയായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും മാസ്റ്റർക്ക് എന്തോ ഇപ്പൊ കഷ്ടകാലമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. തെരഞ്ഞെടുപ്പ് ജാഥയ്ക്കിടയിലെ ഒരു നല്ല കാര്യം ചെയ്തത് മാസ്റ്റർക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് അങ്ങോട്ട് ട്രോളർമാർ എടുത്തിട്ട് അലക്കായിരുന്നു. മനസ്സിലായില്ലേ? ജാഥ, കോഴിക്കോട്, ബാലുശ്ശേരി, മൊയ്തീൻ. ഇപ്പൊ ഓർമ്മ വന്നോ? പോക്കറ്റിൽ സർക്കാരിൽ നിന്ന് കിട്ടിയ പെൻഷൻ തുകയായ 2000 രൂപ എടുത്ത് മാസ്റ്ററുടെ കയ്യിൽ മൊയ്തീൻ അങ്ങ് വെച്ചു. എന്നിട്ട് മൊയ്തീനിക്ക് സർക്കാരിനെ വാനോളം പുകഴ്ത്തി. നിങ്ങൾ ഇനിയും വന്നാലേ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടൂ, UDFകാർ വന്നാൽ കിട്ടില്ല എന്നും പറയുന്നുണ്ട് നമ്മുടെ മൊയ്തീനിക്ക. മാസ്റ്റർ മൊയ്തീൻ കൊടുത്ത പണം വാങ്ങി ഒന്ന് എണ്ണി നോക്കിയ ശേഷം നിങ്ങൾ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞ് മൊയ്തീന് തിരികെ നൽകുന്നു. സംഭാവന സ്വീകരിച്ചതായി കരുതാമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. വളരെ മനോഹരമായ ദൃശ്യം. പിന്നീട് അങ്ങോട്ട് ഇടതിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ സങ്കടം നിറയ്ക്കുന്ന പാട്ടുകളോടെ ഈ ദൃശ്യമെത്തി. കാഴ്ചക്കാരെ ഒന്നാകെ കണ്ണീരണിയിച്ചു. പക്ഷേ അതിലും മനോഹരമായൊരു വീഡിയോ പിന്നീട് പുറത്തു വന്നു. സ്റ്റേജിൽ നടന്നതെല്ലാം നേതാക്കൾ പറഞ്ഞിട്ടെന്ന് മൊയ്തീനൊക്കെ അങ്ങ് തുറന്നു പറയുന്നൊരു വീഡിയോ. പിന്നെ പറയാനുണ്ടോ? പാർട്ടിയുടെ PR ഇത്രയും ശുദ്ധഗതിക്കാരനായ മനുഷ്യനെ ഏൽപ്പിക്കണമായിരുന്നു എന്നാണ് നമ്മുടെ സഖാക്കൾ അടക്കം ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയ നിറയെ മൊയ്തീനിക്കായുടെ സത്യസന്ധതയും CPMന്റെ പാളിയ PR വർക്ക് മാത്രം. ഈ ക്ഷീണം തീർക്കാനേ അടുത്തൊരു വിഷയം കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് സഖാക്കൾ അങ്ങ് തീരുമാനിച്ചു. അപ്പോഴാണ് ഒരു മാലാഖയെ പോലെ കായംകുളം MLA യു പ്രതിഭയുടെ രംഗപ്രവേശനം. ഇടതുപക്ഷത്തിന്റെ കുട്ടിയാണത്രേ നമ്മുടെ കുടുംബശ്രീ. ആലപ്പുഴയിലാണ് കുടുംബശ്രീ ആദ്യമായിട്ട് ആരംഭിച്ചത്. പക്ഷെ പ്രതിഭേച്ചി കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17-നല്ലേ? മലപ്പുറത്ത് വെച്ച് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി അല്ലേ പദ്ധതി നമ്മുടെ നാടിന് സമർപ്പിച്ചത്? തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ടല്ലേ ഈ പദ്ധതി ആരംഭിച്ചത്? അങ്ങനെയാണല്ലോ എല്ലാരും പറയണത്. അപ്പൊ പ്രതിഭേച്ചെ ആരോ പറഞ്ഞു പറ്റിച്ചു അല്ലേ? PR പ്രസംഗം പാളിയോ? സാരമില്ല, ഇനിയുണ്ടല്ലോ കുറെ ക്യാപ്സ്യൂളുകൾ. നമ്മുടെ ആശുപത്രികളിൽ മരുന്നില്ലെങ്കിലും നമ്മുടെ സഖാക്കളുടെ കയ്യിൽ ആവശ്യത്തിന് ക്യാപ്സ്യൂളുകൾ കാണും. അങ്ങനെയാണല്ലോ അല്ലേ? അല്ല മുഖ്യ സഖാവേ, നവകേരള സർവേ എന്തായി? വല്ലതും നടക്കുവോ? നവകേരള സർവേ പാർട്ടി സർവേ ആക്കാനുള്ള നീക്കം പാളിയെന്നൊരു കരക്കമ്പ് കേട്ടല്ലോ. അപ്പൊ ഇതിനായിട്ട് മാറ്റിവെച്ച 20 കോടി രൂപ ഇനി നമ്മൾ എന്ത് ചെയ്യും? സ്പെഷ്യൽ PR എന്നാണ് അസൂയക്കാർ നവകേരള സർവേയെ വിളിക്കുന്നത്. പക്ഷെ അങ്ങനൊന്നും അല്ലെന്നാണ് സഖാക്കൾ പറയുന്നത് അല്ലേ? എന്തായാലും ആ PR പാളി. സർവേ പാളിയെങ്കിൽ എന്ത്? ഓണം അലവൻസ് കേരളത്തിന് മാത്രം കൊടുക്കുന്നത് LDF ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞ് കൊടുക്ക് ശൈലജ ടീച്ചറെ. വേറെ ഒരു സംസ്ഥാനത്തും ഓണം അലവൻസ് കൊടുക്കുന്നില്ല. കേട്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേരളത്തിന് മാത്രം, അതും നമ്മുടെ LDF സർക്കാർ ഉള്ളത് കൊണ്ട് മാത്രം. ഓണം കേരളത്തിൽ ഉത്സവമായതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം പ്രത്യേക അലവൻസ് കൊടുക്കുന്നതെന്നാണ് ഇതിലും അസൂയക്കാർ പറയുന്നത്. പ്രത്യേകിച്ച് ആ പ്രതിപക്ഷം ഉണ്ടല്ലോ അവര്. അതായത് ഇതും സർക്കാരിന്റെ തള്ളാണത്രേ. പക്ഷെ നമുക്കിനി മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഓണം അലവൻസ് കൊടുക്കണം. അതിന് LDF സർക്കാരിന് കഴിയും. LDF വരും, എല്ലാം ശരിയാകും. പറഞ്ഞു കൊടുക്ക് ടീച്ചറെ. ബംഗാളി ജാഥ, CPM കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി, ഓണത്തിനൊരു അലവൻസ്, UDF വന്നാൽ പെൻഷൻ കിട്ടില്ല തുടങ്ങിയ പൊളിഞ്ഞ പാളിസായ PRകൾക്കും നാടകങ്ങൾക്ക് ശേഷം കുണ്ടറയിൽ അവതരിപ്പിച്ച ഞാനും കോൺഗ്രസുകാരി എന്ന നാടകവും
സ്റ്റേജിൽ അവതരിപ്പിക്കും മുമ്പ് 8 നിലയിൽ പൊട്ടിയെന്നാണല്ലോ സഖാക്കളെ കേൾക്കണത്. പ്രധാന നടൻ PC വിഷ്ണുദത്ത് കോൺഗ്രസ് ആയതാണല്ലേ പ്രശ്നം. സഹനടിയും ക്യാമറമാനും സഖാക്കളായതുകൊണ്ട് അഭിനയവും ചിത്രീകരണവും അടിപൊളിയായിരുന്നു. എല്ലാം പൊളിഞ്ഞ് പാളിസായല്ലേ. സാരമില്ല, ശബരിമലയിൽ സാക്ഷാൽ അയ്യപ്പനുണ്ടല്ലോ. അയ്യപ്പനെ അങ്ങ് മുറുകെ പിടിച്ച സഖാക്കളെ. വിഗ്രഹം ഇളകാതെ നോക്കണേ. എന്നിട്ട് ഭജനയും പാടി അയ്യപ്പനെ മനസ്സിൽ വിചാരിച്ച് വേണമെങ്കിൽ തന്ത്രി കണ്ഠർ രാജേവരെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വിളിച്ച് ഒരു ഹോമം കൂടി നടത്തിക്കോ. പിന്നെ വിശ്വാസികളെ കയ്യിലെടുക്കാനുള്ള ക്യാപ്സ്യൂൾ അണിയറയിൽ തയ്യാറാക്കുന്നുണ്ടല്ലോ അല്ലേ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.